ഹായ് ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നു. നമുക്ക് ചാനലിൽ ഷോർട്സ് വീഡിയോസിന് ഒരുപാട് വ്യൂസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ രണ്ട് തരം ആളുകളാണ് നമ്മളെ പൊതുവെ വിളിക്കുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി വിളിക്കുന്നവരുണ്ട്, വളരെയധികം സങ്കടത്തോടു കൂടി വിളിക്കുന്നവരുണ്ട്. പക്ഷെ ചെക്ക് ചെയ്യുമ്പോൾ അതൊന്നും നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ട വ്യൂസിലേക്ക് വരുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് മറ്റു ചിലർ ഇതേ കംപ്ലൈന്റ് ചേട്ടാ വ്യൂസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ടല്ലോ, പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഡോളർ അങ്ങോട്ട് കയറുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് എൻ്റെ ഒന്ന് പരിശോധിച്ചു. അപ്പൊ കഴിഞ്ഞ വീഡിയോസിൽ ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് പറയാന്ന് വെച്ചു. ഇത് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇത് രണ്ട് തരത്തിലാണ്. എനിക്കിപ്പോൾ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ. ഇപ്പോൾ നമ്മൾ പണ്ട് SSLC എഴുതുമായിരുന്നു, 10ാം ക്ലാസ് പരീക്ഷ എഴുതുമായിരുന്നു. അത് അന്ന് കുറച്ച് കാലം മുന്നേ വരെ അതൊരു 210 മാർക്കിലായിരുന്നു നമുക്കത് തന്നിരുന്നത്. 210 മാർക്ക് കിട്ടിയാൽ പാസ്സാകും എന്നുള്ളത്. മറ്റൊന്ന് ഇപ്പൊ അത് മാറി, സിലബസ് ഒക്കെ മാറി. ഇപ്പൊ അത് ഗ്രേഡിലേക്ക് മാറി. ഗ്രേഡ് എന്ന് വെച്ചാൽ ഇപ്പൊ A+, B+ എന്നൊക്കെ പറഞ്ഞ് D+ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. അതായത് ഒരു വിഭാഗം ആ ഒരു പാറ്റേൺ ആണ് ഇതും. മറ്റേത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കണക്ക്, എൻഗേജ്ഡ് ആയിട്ടുള്ള കണക്കുകൾ മാത്രം തരുന്ന ഒരു കണക്കായിരുന്നു 210 എന്നുള്ളത്. അപ്പോൾ പഴയ മോണിറ്റൈസേഷൻ ആയവർക്കും പഴയ ഇതുമായി ബന്ധപ്പെട്ടവർക്കും ഇതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. കാരണം അവർക്ക് ഞങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യൂസ് മതി എന്നും, പുതിയ ആളുകൾക്ക് ഇത് വ്യൂസ് അവർ വലിയൊരു ഐഡിയ ഇല്ലാത്ത പുതുതായി വന്നവരായിരിക്കും. അപ്പോൾ ഒരു വലിയൊരു ഐഡിയ ഉണ്ടാവില്ല അവർക്ക് യൂട്യൂബിനെ പറ്റിയിട്ട്. അപ്പൊ അവർക്ക് ഒരുപാട് വ്യൂസ് കാണുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷവും ഒക്കെ. പിന്നെ അവരാണ് ചെന്നിട്ട് ഈ വ്യൂസിലേക്ക് നോക്കുമ്പോഴോ നമ്മുടെ വാച്ചിങ് അവർ നോക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അയ്യോ വ്യൂസ് കുറവാണല്ലോ എന്നുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവര്, ശരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടും ഒരേ വിധത്തിലാണ് കേട്ടോ. ഒന്ന് നിങ്ങൾക്കുള്ള ഡോളർ, അതായത് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു നിശ്ചിത സമയം, അതാണ് എൻഗേജ്ഡ് എന്ന് പറയുന്നത്. നോർമൽ പഴയ രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് കണ്ടിട്ടുള്ള വ്യൂസിന് മാത്രമേ നിങ്ങൾക്ക് ഡോളർ കയറൂ. ഒന്ന്. രണ്ട്, നിങ്ങളുടെ വ്യൂസ് എന്ന് പറയുന്നത് അവരെ കാണിക്കുമെങ്കിലും എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യൂസ് മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് കയറൂ, മോണിറ്റൈസേഷന് വേണ്ട ക്രൈറ്റീരിയയിലേക്ക് ആ വ്യൂസ് ആയിട്ട് കയറൂ എന്നുള്ളത്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. അപ്പൊ എവിടെയാണ് നമ്മൾ നമ്മുടെ വ്യൂസിന്റെ എൻഗേജ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ പോയി അനലറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ അനലറ്റിക്സിൽ ചെന്ന് ഷോർട്സ് എന്ന സ്ഥലത്ത് എടുത്ത് എൻഗേജ്മെന്റ് എന്നവിടെ കാണാം. അവിടെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും, നിങ്ങളുടെ എത്ര വ്യൂസ് ആണ് എൻഗേജ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പലരുടെയും ഹാഫ് ആയിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഒരു 6K ഒക്കെ പോയവർക്കൊക്കെ ചിലപ്പം 3K ഒക്കെ ആയിരിക്കും എൻഗേജ് ഇതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു മിശ്രിതം, എന്താ പറയാ, നമ്മുടെ ഒരു സിനിമ വരുമ്പോൾ മിശ്രിതമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ വരുമല്ലോ, നല്ലതാണ് ചീത്തതാണ് എന്നുള്ളതൊക്കെ പറ്റി. ഇതിനെ പറ്റിയിട്ടും അത്തരത്തിലുള്ള ഒരു റിവ്യൂ ആണ് വരുന്നത്. ചിലർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, പുതുതായി വന്നവർക്ക്. മറ്റു പലർക്കും പഴയ ആ ഒരു SSLC പാറ്റേണിൽ 210 ഞങ്ങൾക്ക് കറക്റ്റ് കണക്കറിഞ്ഞാൽ മതി എന്നുള്ളത്. ഇത് ആരുടെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ കിട്ടുന്ന ഇത് കറക്റ്റ് ആയിട്ട് അറിയണം എന്നുള്ള പഴയ കുറച്ച് മോണിറ്റൈസേഷൻ ആയവർക്കൊക്കെ ഞാൻ പഴയത് തന്നെയായിരുന്നു രസം എന്ന് തോന്നി തുടങ്ങി. ഇപ്പൊ പിന്നെ ഇത് അവർ ചെക്ക് ചെയ്യലൊക്കെ അവർ ഏകദേശം പഠിച്ചു. ഇതിന്റെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമുക്ക് ഒരു 100K നമ്മുടെ ഒരു വ്യൂസ് അങ്ങോട്ട് പോയി, ഒരു വീഡിയോസ് വൈറൽ ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ 1 million ആയി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ പറയും, ഓ അത് എൻഗേജ് ഒക്കെ ആയിട്ടുള്ളത് ഒരു 25K ഒക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ കിട്ടിയതാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഡീഫാൾട്ട് ഞാൻ ഇതിൽ കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഷോർട്സ് അത്യാവശ്യം കയറിപ്പോയാലും മറ്റുള്ളവർ അത് അംഗീകരിക്കാൻ കുറച്ച മടിയായിരിക്കും. അവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമെന്നും നമുക്ക് തെളിവായിട്ട് ഇതെടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നൊക്കെയാണ്. അപ്പൊ ഇത് ആരെയും ബോധ്യപ്പെടുത്താനൊന്നല്ല വീഡിയോസ് ഇടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് മാത്രം, അങ്ങനെ ഒരു ഡീഫാൾട്ടാണ് ഇതിൽ ഞാൻ കാണുന്നത്. കാരണം നമുക്ക് എത്ര വ്യൂസ് വന്നാലും അത് പുതിയ സിസ്റ്റം അനുസരിച്ച് വന്നതാണ് എന്നുള്ളത് അവർക്കും ചിലപ്പോൾ നമുക്കും തോന്നും. പിന്നെ എൻഗേജ്മെന്റ് എന്നുള്ളതൊക്കെ എടുത്ത് നോക്കിയാലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾ ഹാപ്പി ആണോ? ഞാൻ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ പലരും പല ടൈപ്പിലായിരിക്കും. മോണിറ്റൈസേഷൻ ആയവർ ഉണ്ടാകും, ആകാത്തവരുണ്ടാവും, പുതുതായി വന്നവരുണ്ടാവും. എനിക്ക് തോന്നുന്നു പുതുതായി വന്നവർക്കൊക്കെ ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ട് കാണും എന്നുള്ളത്. പഴയവരും പുതിയവരും ഒക്കെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ചെറിയൊരു വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പൊ ഏതായാലും നല്ലൊരു വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.